ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വ്ളോഗ്സ്. നമുക്കിന്നിവിടെ അടിപൊളി ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കൂട്ടാൻ പറ്റിയൊരു മുട്ട റോസ്റ്റ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടി. ഇനി ഞാനിവിടെ 2 വലിയ സബോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തെടുത്താണ്. ഞാനിവിടെ ഒരു പച്ചമുളകേ ചേർക്കുന്നുള്ളൂ. എനിക്കധികം എരിവ് വേണ്ട. കൂടുതൽ എരിവ് വേണ്ടിയവർക്ക് കൂടുതൽ പച്ചമുളക് ചേർക്കണം. ഇനി ഇതിലേക്ക് 2 തണ്ട് കരിയാപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ സബോളയൊന്ന് പെട്ടെന്ന് വഴലുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. സബോള നന്നായിട്ട് വഴന്ന് കിട്ടണം. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോകാതെ. അതുപോലെ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട്. ഇതൊരു ചെറിയ ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. സബോള ഇവിടെ വഴന്നു. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് പകരം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്താലും മതി. ഇനിയും ഞാനിവിടെ ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ടൊമാറ്റോയും സബോളയും എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളെല്ലാം നന്നായിട്ട് വഴന്നു. അതിൻ്റെ പച്ചമണമൊക്കെ മാറി. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് പോരായെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാൻ സബോള വഴലാനുള്ള ഉപ്പ് മാത്രമേ ചേർത്തിരുന്നുള്ളൂ. എനിക്കിവിടെ കുറച്ച് ഉപ്പൂടെ ആവശ്യമുണ്ടായിരുന്നു. ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഇളക്കി ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. മുട്ടയുടെ ഗ്രേവി ആയിട്ടുണ്ടോയെന്നൊന്ന് നോക്കാം. വെള്ളമൊക്കെ ഒരുമാതിരി പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഞാനിവിടെ 2 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പുഴുങ്ങി വരഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കാം. ഈ ഗ്രേവി മുട്ടയിൽ നന്നായിട്ട് പിടിക്കണം. നമ്മുടെ മുട്ട റോസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുകൊണ്ട് ഇവിടെ പറ്റിയിട്ടുണ്ട്. ഇനി ആ ഗ്രേവി ആ മുട്ടയിലൊന്ന് നല്ലതായിട്ട് പിടിക്കാനായിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതൊന്ന് ആ ഗ്രേവി കൊണ്ടൊന്ന് കവർ ചെയ്ത് ഒന്ന് അടച്ചു വെക്കാം. വീണ്ടും നമ്മുടെ മുട്ട റോസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി. എന്നാലും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം ഒന്ന് ഇളക്കിയെങ്കിലേ അതിൻ്റെ ആ കറക്റ്റ് കളറൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ അടച്ചു വെക്കാം. നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയോ എന്ന് നോക്കാം. കണ്ടോ, ഗ്രേവിയൊക്കെ നല്ല പറ്റി നല്ല റെഡി ആയിട്ടുണ്ട്. കളറും ഒക്കെ നല്ല കറക്റ്റ് കളറ്, നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ മുട്ട റോസ്റ്റ് പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം ഇത് നല്ല ടേസ്റ്റിയാണെന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ബൈ ബൈ. താങ്ക് യു.